നമസ്കാരം. അങ്ങനെ ജിൻഡപ്പന്റെ ഫാമിലി ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് കടന്നിരിക്കുന്നു. കൺഫഷൻ റൂം വഴിയാണ് ജിൻഡപ്പന്റെ ഫാമിലി വന്നത്. അതായത് കൺഫഷൻ റൂമിൽ അവരെ വിളിച്ചുകൊണ്ടുവന്ന് കൺഫഷൻ റൂമിൽ ഇരുത്തിയതിനു ശേഷം ബിഗ് ബോസ് കുറെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. മകന്റെ പിന്നീട് കളി എങ്ങനെയുണ്ട്, ബിഗ് ബോസ് കാണാറുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അമ്മയും അച്ഛനും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അച്ഛൻ ഒന്നും മിണ്ടാതിരുന്നപ്പോൾ ബിഗ് ബോസ് തന്നെ പറഞ്ഞു അച്ഛൻ സംസാരിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അച്ഛനും സംസാരിക്കുന്നുണ്ട്. മകന്റെ കളി എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ വളരെ നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ ഇവർക്ക് പുറത്തിരുന്ന ഈ പറയുന്ന കുടുംബാംഗങ്ങൾക്ക് അല്ലെങ്കിൽ വീട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുന്നു, TV വഴിയിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ജിൻഡപ്പന്റെ ഫാമിലി അവിടെ വരുന്നതും ഒക്കെ. ജിൻഡപ്പന്റെ കണ്ണിൽ അങ്ങനെ ഒരു പിന്നെ കരച്ചില് കാര്യങ്ങളൊന്നുമില്ല. ജിൻഡപ്പൻ മുമ്പേയൊക്കെ അമ്മയുടെ കാര്യം പറയുമ്പോൾ ഒരുപാട് കരയുമായിരുന്നു. പക്ഷെ ഇപ്പോ നേരിട്ട് വന്നപ്പോൾ ജിൻഡപ്പൻ കരയുന്നൊന്നുമില്ല. ജിൻഡപ്പൻ അതിന് പറയുന്ന മറുപടി ഒന്നുമല്ല. മറുപടി ഇതാണ്: ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ അമ്മയും കൂടി കരഞ്ഞു പോകും എന്നാണ് ജിൻഡപ്പൻ പറയുന്നത്. അതിനുശേഷം അവര് വീടിനകത്തേക്ക് വരുന്നു, എല്ലാവരും കെട്ടിപ്പിടിക്കുന്നു. ജിൻഡപ്പൻ അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഉമ്മ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവർ ലിവിംഗ് ഏരിയയിൽ വന്നിരുന്നു കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുശലാന്വേഷണങ്ങൾ പറയുന്നു. അതിന്റെ ഇടയിൽ ജിൻഡപ്പന്റെ അമ്മ പറഞ്ഞ മറ്റൊരു കേസുണ്ട്. ഈ കളിയുടെ കേസ്. എനിക്ക് തോന്നുന്നു ഷിജു ആണ് ചോദിച്ചത്. ഷിജു ആരോ ആണ് ഈ പറയുന്ന എന്താണ് നിങ്ങൾ ഭയങ്കര കളിയാണ്, ഡാൻസ് ഒക്കെ കണ്ടോ ചോദിച്ചപ്പോൾ ഇവൻ കൊച്ചിലെ ഭയങ്കര ഡാൻസർ ആയിരുന്നു, കൊച്ചിലെയൊക്കെ സ്കൂളിലൊക്കെ ഒരുപാട് ഡാൻസ് കളിക്കുമെന്നാണ് ജിൻഡപ്പന്റെ അമ്മ പറയുന്നത്. അതുപോലെ തന്നെ സിഗരറ്റ് വലിയുടെ കേസ് സിജു ചോദിക്കുന്നത്. സിഗരറ്റ് വലിയ നിർത്താൻ എന്ത് പറയണം, ഇപ്പോഴെങ്കിലും പറ. ലാലേട്ടൻ വരെ പല പ്രാവശ്യം ഇത് നിർത്തണമെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറയണത് അവൻ സിഗരറ്റ് വലിക്കുന്നത് ഞാനും വലുതായിട്ട് കണ്ടിട്ടില്ല, അവൻ വീട്ടിലൊക്കെ ഒന്നോ രണ്ടോ ഒക്കെയാണ് വലിക്കുന്നത്, പക്ഷെ ഇവിടെ വന്നാണ് ടെൻഷൻ കൊണ്ടാണ് ഏറ്റവും കൂടുതലായിട്ട് വലിച്ചു തുടങ്ങിയതെന്ന് ജിൻഡപ്പന്റെ അമ്മ പറയുന്നത്. അതുപോലെ പല കൂട്ടുകാരും വിളിച്ച് ചോദിക്കുന്നുണ്ട് ഇവൻ സിഗരറ്റ് വലിക്കുമോ, അതായത് ജിൻഡോ സിഗരറ്റ് വലിക്കുമോ എന്ന് സത്യം പറഞ്ഞാൽ അവർ ആദ്യമായിട്ടാണ് കാണുന്നത്. അതായത് പറഞ്ഞു വരുന്നത് അങ്ങനെയുള്ള ഒരു ചെയിൻ സ്മോക്കർ ആയിരുന്നില്ല ജിൻഡപ്പൻ. അതായത് വല്ലപ്പോഴും അല്ലെങ്കിൽ ഡെയിലി 1, 2, 3 വലിക്കുന്ന ജിൻഡപ്പൻ ഇവിടെ വന്നുള്ള ടെൻഷൻ കാരണമായിരിക്കാം 2, 3 പാക്കറ്റുകൾ വലിച്ചു തീർക്കുന്നത്. അപ്പൊ എന്തായാലും ജിൻഡപ്പന്റെ ഫാമിലി വന്നിട്ടുണ്ട്. പക്ഷേ ഒരു ഗുമ്മില്ല എന്നുള്ളതാണ്. കഴിഞ്ഞിട്ടൊക്കെ ഈ പറയുന്ന അഖിൽമാരന്റെ ഫാമിലിയൊക്കെ വന്നപ്പോൾ എന്തായിരുന്നു. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ വോട്ടുള്ള ആർക്കാണ്? ജിൻഡപ്പനാണ് അല്ലേ. ഏറ്റവും കൂടുതൽ ഫാമിലി ഈ പറയുന്ന ഓഡിയൻസ് സപ്പോർട്ടുള്ള ജിൻഡപ്പനാണ്. അപ്പൊ അവരുടെ ഫാമിലി വരുമ്പോൾ അമ്മാതിരിയുള്ള ഒരു ഗുമ്മ് കാണണമായിരുന്നു. ഞാൻ ലൈവിൽ നോക്കിയാൽ ഒരു 16K 17K അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്ന ആ ഒരു ലൈവ് വാച്ചിങ്ങേ ഉള്ളൂ ഇതിനകത്ത് എന്നുള്ളതാണ്. അല്ല, നമുക്കറിയാം പണ്ടൊക്കെ ഇതിനു മുമ്പൊക്കെ ഇതിന്റെയൊക്കെ ഈ പറയുന്ന ഷിജുയുടെയും അവരുടെയൊക്കെ ആ ഒരു സമയത്തൊക്കെ, ആ ഒരു പ്രശ്നം നടക്കുന്ന സമയത്തൊക്കെ 1 ലക്ഷം 2 ലക്ഷം ഒക്കെ കഴിഞ്ഞു പോയി ഈ പറയുന്ന ലൈവ് സ്ട്രീമിംഗ് വാച്ച്. അതായത് ഇവിടെ ഹോട്ട്സ്റ്റാറിൽ. ഇവിടെ ഇപ്പം വലുത് ഒന്നുമില്ല. സാധാരണ നോർമലുള്ള ഒരു പ്രേക്ഷകർ മാത്രമേ കാണുന്നുള്ളൂ എന്നുള്ളതാണ്. കാരണം ആ ലെവലിലാണ് ഇവർ ഞാൻ പറഞ്ഞില്ലേ, വീണ്ടും പറയുകയാണ് ഈ സാധനം നേരത്തെ കൊണ്ടുവന്ന് ഈ ഒരു സാധനം നശിപ്പിച്ച് കളഞ്ഞു എന്ന് എനിക്ക് പറയുള്ളൂ. നമുക്ക് വീണ്ടും കാണാം.